സൂര്യൻ കത്തിയിരിയുന്ന മീനച്ചൂടിനേക്കാൾ ഭീകരമായ അഗ്നിനാളങ്ങൾ മുണ്ടത്തിക്കോടിനെ ശ്മശാനമാക്കി മാറ്റി. തൃശൂർ പൂരത്തിന് വാനിൽ വർണ്ണവിസ്മയം തീർക്കാൻ കരുതി വെച്ചിരുന്ന തിരുവമ്പാടി വിഭാഗത്തിന്റെ 5000 കിലോ കരിമരുന്നാണ് ഉച്ചവെയിലിൽ പൊട്ടിത്തെറിച്ചത്. ഈ മാസം 24-ന് നടക്കേണ്ട സാമ്പിൾ വെടിക്കെട്ടിനായി പരുവപ്പെടുത്തിയ 2000-ഓളം കിലോ സ്ഫോടക വസ്തുക്കളും ഇതിൽപ്പെടും. വെയിൽ ചുട്ടുപൊള്ളുന്ന ഉച്ചയ്ക്ക് 2:30-ഓടെയാണ് ആദ്യത്തെ ഇടിമുഴക്കം കേട്ടത്. പിന്നാലെ തുടർച്ചയായ സ്ഫോടനങ്ങൾ. പൂരപ്രേമികളുടെ ഹൃദയമിടിപ്പായ 5000 കിലോ കരിമരുന്ന് ഒന്നാകെ അഗ്നിനാളങ്ങളെ ഏറ്റുവാങ്ങിയപ്പോൾ ഭൂമി പിളരുന്ന ശബ്ദമാണ് ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ കിലോമീറ്ററുകൾ ദൂരെയുള്ള വീടുകളുടെ ജനൽച്ചില്ലുകൾ തകർന്നു വീണു. കെട്ടിടങ്ങൾക്ക് വിള്ളലേൽക്കുകയും ഓടുകൾ തെറിച്ചു വീഴുകയും ചെയ്തതോടെ പ്രദേശം യുദ്ധഭൂമിക്ക് സമാനമായി. കേരളത്തെ ചുട്ടുകൊല്ലുന്ന കനത്ത ചൂടാണ് അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചത്. വെടിക്കെട്ട് പുരയ്ക്കുള്ളിലെ കരിമരുന്നിന്റെ രാസപ്രവർത്തനത്തിന് ചൂട് ആക്കം കൂട്ടിയോ എന്ന് വിദഗ്ധർ സംശയിക്കുന്നു. പരിക്കേറ്റവർക്ക് പൊള്ളലിന്റെ ആഘാതം വർദ്ധിപ്പിക്കാനും ഈ ഉഷ്ണതരംഗം കാരണമായി. വെടിക്കെട്ട് ലൈസൻസി മുണ്ടത്തിക്കോട് സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് ഗുരുതരമായി പൊള്ളലേൽക്കുമ്പോൾ ആ കത്തുന്ന വെയിലിൽ അവരെ രക്ഷിക്കാൻ പോലും ഉറ്റവർക്ക് കഴിഞ്ഞില്ല. ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് പാലക്കാട്, തൃശൂർ ജില്ലകളിലെ മുഴുവൻ ഫയർ യൂണിറ്റുകളും മുണ്ടത്തിക്കോട് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. 6 സ്റ്റേഷനുകളിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങൾ ജീവൻ പണയം വെച്ചാണ് കത്തുന്ന പുരകൾക്കടുത്തേക്ക് നീങ്ങിയത്. രക്ഷാപ്രവർത്തനത്തിനായി ഇരു ജില്ലകളിലെയും മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരോടും സംഭവസ്ഥലത്തേക്ക് എത്താൻ DGP റവാഡ ചന്ദ്രശേഖർ ഉത്തരവിട്ടു. ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നേരിട്ടിടപെട്ട് മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിയിലും മാസ് കാഷ്വാലിറ്റി സജ്ജമാക്കി. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ സ്വകാര്യ ആശുപത്രികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനിവ് 108 ആംബുലൻസുകൾ തൃശൂർ റോഡുകളിൽ ചീറിപ്പായുകയാണ്. തൃശൂർ DIG സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേരിട്ട് നേതൃത്വം നൽകുന്നു. പൂരനഗരിയിൽ അമേറ്റും കുഴിമിന്നലുമായി ആവേശം വിതറേണ്ടിയിരുന്ന ആ 5000 കിലോ കരിമരുന്ന് ഇപ്പോൾ മുണ്ടത്തിക്കോടിന്റെ മണ്ണിൽ കരിയും പുകയുമായി മാറിയിരിക്കുന്നു. ഇത്രയേറെ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച വെടിപ്പുരയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിരുന്നോ എന്ന ചോദ്യം ഉയരുന്നുണ്ടെങ്കിലും കേരളം ഇപ്പോൾ പ്രാർത്ഥനയിലാണ് ആ ആശുപത്രി കട്ടിലുകളിൽ ജീവനായി മല്ലിടുന്നവർക്ക് വേണ്ടി.